ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കാണ് വ്യക്തമായ മുൻതൂക്കമെന്ന അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ അവകാശവാദം. ബി.ജെ.പിക്കും എൻ.ഡി.എക്കും അനുകൂലമാണ് നിലവിലെ സാഹചര്യങ്ങളെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. കോൺഗ്രസും ഇന്ത്യാ സഖ്യവും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് വോട്ടർമാർക്ക് വിലയിരുത്താനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തന്റെ ചിന്തയെക്കുറിച്ചും ആഗോള നിലവാരം കാത്തുസൂക്ഷിക്കുകയെന്ന ലക്ഷ്യത്തെക്കുറിച്ചും സംസാരിച്ച പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ 4S എന്ന മന്ത്രം ആവശ്യമാണെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതുകേട്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് ചിരിക്കാതെ മറ്റൊരു വഴിയുമില്ല. ഇനി മോദി ഈ S എന്താണെന്ന് വിശദീകരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ S സ്കോപ്പ് ആണ്. ഇത് വളരെ വലുതായിരിക്കണം, പക്ഷെ ഭാഗങ്ങളായി പാടില്ല. രണ്ടാമത്തെ കാര്യം സ്കെയിൽ ആണ്. അതും വലുതായിരിക്കണം. സ്പീഡ് ഇവ രണ്ടും സമന്വയിപ്പിക്കണം. അതിനാൽ സ്കോപ്പ്, സ്കെയിൽ, സ്പീഡ്, പിന്നെ അവിടെ സ്കില്ലും ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം അത്ര വലിയ രാജ്യമാണത്. നിങ്ങളുടെ വോട്ട് ആർക്കാണ് നൽകേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ പേര്, അവരുടെ പരിചയം, ഇതെല്ലാം രാജ്യം കാണുന്നുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും വോട്ടർമാർ അവരെ വിലയിരുത്തുന്നുവെന്നും മോദി പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം 1984 ശേഷം നേടാനാകാത്ത നേട്ടത്തിലേക്കാണ് 2014 മോദിയിലൂടെ ബി.ജെ.പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത്. 2014 ബി.ജെ.പിക്ക് 282 സീറ്റുകളും എൻ.ഡി.എക്ക് 336 സീറ്റുകളും ലഭിച്ചപ്പോൾ 2019 ഇത് യഥാക്രമം 303, 353 എന്നിങ്ങനെയായിരുന്നു. ഇത്തവണ ബി.ജെ.പി 370 സീറ്റിലും എൻ.ഡി.എ 400 സീറ്റിലുമാണ് വിജയം ഉറ്റുനോക്കുന്നത്. ഏപ്രിൽ 19 ആരംഭിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് തിങ്കളാഴ്ച നടക്കും. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലി അടക്കം 49 മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിലെ 14 സീറ്റുകളിലാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 2014-ലും 19-ലും യഥാക്രമം 71, 62 സീറ്റുകൾ നേടി ബി.ജെ.പി സംസ്ഥാനം തൂത്തുവാരിയിരുന്നു. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് 17 സീറ്റിലാണ് സംസ്ഥാനത്ത് മത്സരിക്കുന്നത്. 63 സീറ്റുകളിൽ മത്സരിക്കുന്ന അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലാണ് കോൺഗ്രസ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ പരാജയപ്പെടുത്തുമെന്ന തരത്തിലായിരുന്നു മമതാ ബാനർജിയുടെ പരാമർശങ്ങൾ. താൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ ഇന്ത്യാ സഖ്യത്തിലുണ്ടെന്നും ഞാനാണ് ഇന്ത്യാ സഖ്യം ഉണ്ടാക്കിയതെന്നും മമത പറഞ്ഞിരുന്നു. ബംഗാളിൽ നേരത്തെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു മമത. കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന തർക്കങ്ങൾക്ക് ശേഷമായിരുന്നു ഒറ്റയ്ക്ക് മത്സരിക്കാൻ അവർ തീരുമാനിച്ചത്. പുറത്തുനിന്ന് പിന്തുണ നൽകുമെന്നായിരുന്നു മമത നേരത്തെ വ്യക്തമാക്കിയത്. ബി.ജെ.പി പരാജയപ്പെടുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് തന്റെ പിന്തുണയുണ്ടാവുമെന്നും അവർ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മമത കോൺഗ്രസിനൊപ്പമെന്ന് തറപ്പിച്ചു പറയുകയാണ്.